ശ്രീ ജയേന്ദ്രൻ, ഹൈക്കോടതി ഒന്നല്ല 2 വട്ടം ചോദിച്ചു കണക്ക് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ. ഞങ്ങൾ ആഗോള ആളില്ലാ സംഗമം എന്നാണ് അതിനെ വിളിക്കുന്നത്. പക്ഷേ കണക്ക് കൊടുത്തില്ല. ഇപ്പോഴാണ് ഓഡിറ്റ് റിപ്പോർട്ട്, ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അതിലാണ് ഈ സംഗമം നടത്തിയത് വഴിയുണ്ടായിട്ടുള്ള നഷ്ടം പറയുന്നത്, എത്ര ചെലവുണ്ടായി എന്നൊക്കെ പറയുന്നത്. സ്പോൺസർഷിപ്പ് തുക വലിയ കോടികൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതൊന്നും ലഭിച്ചില്ല. ഇപ്പോൾ നോക്കൂ, സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ കബളിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല, നമ്മുടെ വിശ്വാസി സമൂഹത്തെ പറ്റിക്കുകയായിരുന്നു. എന്നിട്ട് എന്ത് നേടി? ഈ സംഗമം നടത്തിയിട്ട് എന്താണ് പ്രയോജനം? നേരത്തെ ഒരു പ്രയോജനം അത് യുവരാജ് ചൂണ്ടിക്കാണിച്ചു. വലിയൊരു തട്ടിപ്പിലേക്ക് അത് വാതിൽ തുറന്നു എന്നത് ശരി തന്നെ. പക്ഷേ ഈ സംഗമം കൊണ്ട് എന്താണ് നേടിയത്? ഈ സംഗമം കൊണ്ട് ശ്രീ അനന്തമ്പ്യാർ നേടിയത് ശബരിമല മാസ്റ്റർ പ്ലാൻ എന്താണ് എന്നുള്ളത് സെപ്റ്റംബർ 20 ഈ സംഗമം നടക്കുന്നതിന് മുമ്പ് വരെ അതുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആൾക്കാരുടെയും ദേവസ്വം വകുപ്പിലെയും ഹൈക്കോടതിയിലെയും ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇപ്പോ ഈ പമ്പാ സംഗമം എന്ന് പറയുന്നത് ഒരു ട്രേഡ് ഫെയർ അല്ല, ഒരു വ്യാപാരമേളയല്ല അവിടെ നടത്തിയത്. അവിടെ ശബരിമലയെ ഷോക്കേസ് ചെയ്യാണ് ചെയ്തത്. എന്തിന്? മാസ്റ്റർ പ്ലാനിന് വേണ്ടി. ആ മാസ്റ്റർ പ്ലാനിൽ എന്താണ് പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അത് വളരെ വലിയൊരു പ്രോജക്റ്റാണ്. പ്രധാനമായിട്ട് വരുന്ന നിലയ്ക്കലെ ഡെവലപ്മെന്റ്സ്, പമ്പയിലെ ഡെവലപ്മെന്റ്സ്, സന്നിധാനത്ത് വരുത്താൻ കഴിയുന്ന ഡെവലപ്മെന്റ്സ് എന്നീ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റൽ പ്രോജക്ട്സ് ആണ് ആ ഒരു മാസ്റ്റർ പ്ലാനിൽ ഷോക്കേസ് ചെയ്യപ്പെട്ടത്. അതാണ് അതിന്റെ ഡീപ് ഡയലോഗ്സ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ചർച്ചകളാണ് അവിടെ നടന്നത്. ഒരു ദിവസം ഞാൻ അവിടെ മുഴുവൻ സമയം ഉണ്ടായിരുന്ന ഒരാളുമാണ്. അപ്പോൾ അതാണ് അവിടെ നടന്നത്. അന്ന് ഇപ്പോൾ അതിനുശേഷമാണല്ലോ, അതൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് നവംബർ 2ാം വാരമാണല്ലോ കെ ജയകുമാറിനെ അവിടെ പുതിയ പ്രസിഡന്റായിട്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിശ്ചയിക്കപ്പെടുന്നത്. അന്ന് തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മാസ്റ്റർ പ്ലാൻ എനിക്ക് 2 വർഷമേ കാലാവധിയുള്ളൂ, മാസ്റ്റർ പ്ലാൻ നടപ്പിൽ വരുത്തണമെങ്കിൽ ആദ്യം ഈ മകരവിളക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന ആദ്യത്തെ 1 വർഷം കൊണ്ട് തന്നെ അതിൻ്റെ അടിത്തറയെങ്കിലും നന്നായിട്ടൊന്ന് തുടങ്ങാൻ കഴിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൊട്ടടുത്ത വർഷം ബാക്കി കാര്യങ്ങളിലേക്കും കടക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞ സെന്റൻസ്. അങ്ങനെയാണ് ശ്രീ കെ ജയകുമാർ IAS പറഞ്ഞത്. അദ്ദേഹം പ്രസിഡന്റായി തീരുമാനിക്കപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് ഒറ്റയ്ക്ക് നടത്തേണ്ട ഒരു കാര്യമല്ല എന്നുള്ള ബോധ്യം അതിന് പ്രധാനപ്പെട്ട ഒരു വിഷനാറി അദ്ദേഹമായിരുന്നല്ലോ. അവിടുത്തെ പ്രധാനപ്പെട്ട പേപ്പേഴ്സ് അവതരിപ്പിച്ചാണ് അദ്ദേഹം. അല്ല ശ്രീ ജയേന്ദ്രൻ, ഈ മാസ്റ്റർ പ്ലാൻ ഷോക്കേസ് ചെയ്യാൻ 8 കോടി രൂപ ചെലവഴിക്കണമായിരുന്നോ? 8 കോടി രൂപ ചെലവഴിക്കണമായിരുന്നോ ഈ മാസ്റ്റർ പ്ലാൻ? ഇത് നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ ഇത്രയും പേരെ ക്ഷണിച്ചാൽ പോരെ? നിങ്ങൾ കുറേ വിദേശത്ത് നടക്കം കുറേ അയ്യപ്പ ഭക്തരെ കൊണ്ടുവന്ന് ഇറക്കും, ഞങ്ങളത് വൻ വിജയമാക്കും എന്നൊക്കെ പറഞ്ഞ ആളില്ലാ കസേരകളായിരുന്നു. അതവിടെ നിൽക്കട്ടെ. എത്ര പേര് പങ്കെടുത്തു എന്നൊന്നും ചോദിക്കുന്നില്ല. ആ കണക്കൊന്നും സർക്കാർ ഇതുവരെ അവതരിപ്പിച്ചില്ല, ദേവസ്വം ബോർഡും അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു ധൂർത്തല്ലേ? മാസ്റ്റർ പ്ലാൻ ഷോക്കേസ് ചെയ്യാൻ 8 കോടി രൂപ ചെലവഴിക്കുക എന്ന് പറയുന്നത് ധൂർത്തല്ലേ? എന്നിട്ട് അന്നത്തെ ആ സംഗമത്തിന് ശേഷം സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? എന്തിന്റെ പേരിൽ? അല്ല, ഈ ശബരിമല വികസനത്തിന് വേണ്ടി എന്ത് നടപടി സ്വീകരിച്ചു? അയ്യപ്പ സംഗമത്തിന് ശേഷം അവിടെ വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉയർന്നു എന്നാണല്ലോ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് തുടർ നടപടികൾ സ്വീകരിച്ചു? അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്ത് തുടർ നടപടികൾ സ്വീകരിച്ചു? താങ്കളുടെ ചോദ്യം വരുന്നത് തന്നെ 8 കോടി രൂപയുടെ ചെലവിന്റെ പ്രശ്നം മുതലാണല്ലോ. അതുമുതൽ തന്നെ മറുപടി പറയാം. ഇത് ഈ പ്രോജക്റ്റ് പമ്പാ സംഗമം എന്ന് പറയുന്ന പ്രോജക്റ്റ് തീരുമാനിച്ച് അറിയാമല്ലോ, ദേവസ്വം ബോർഡിന്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികം പ്രമാണിച്ചാണ് അത് വരുന്നത് തന്നെ, ആലോചിക്കുന്നതും നടപ്പിലാകുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാ പണികളുടെയും കോൺട്രാക്ട് സ്വാഭാവികമായും കൊടുക്കുമല്ലോ. ഇതിന്റെ കോൺട്രാക്ട് കൊടുത്തിരുന്നത് നമ്മുടെ ചവറയിലുള്ള
IIIC എന്ന് പറയുന്ന സെന്റർ ഉണ്ടല്ലോ, IIIC, തൊഴിൽ വകുപ്പിന്റെ ഊരാളുങ്കലിലാണെന്ന് കീഴിലുള്ള പറഞ്ഞാൽ മതി, അതാ ഊരാളുങ്കൽ. നല്ലത്. ഊരാളുങ്കൽ. അല്ല, തൊഴിൽ വകുപ്പ് ഊരാളുങ്കലിനോട് ചേർന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്. ഉം, അപ്പോ പിന്നെ അത് ഊരാളുങ്കൽ അന്ന് വെച്ച ആ, ഒരു അപ്രോക്സിമേറ്റ് ബജറ്റ് ഉണ്ട്. ഉം, ആ ബജറ്റ് താങ്കൾ പറഞ്ഞ പോലെ 8 കോടിയല്ല, 7 കോടിയാണ്. ഉം, ആ അപ്രോക്സിമേറ്റ് 7 കോടി ബജറ്റിലാണ് അവർ അവതരിപ്പിക്കുന്ന അവരുടെ കോൺട്രാക്ട് തുക. ഉം, അത് പറ്റില്ല, 7 കോടി രൂപ ചെലവിട്ടാണ് ഇത് പരിപാടി നടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ബോർഡ് പറയുകയും വീണ്ടും ഊരാളുങ്കലിന്റെ ആൾക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആൾക്കാരും IIICയുടെ ആൾക്കാരും ചേർന്ന് ഇത് ചർച്ച ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഒടുവിൽ അത് 4.5 കോടി രൂപയായിട്ട് പിന്നെ പരിധി നിർണ്ണയിക്കുന്നത്, ചെലവിന്റെ പരിധി നിർണ്ണയിക്കുന്നത്. ഉം, 4.5 കോടി രൂപയ്ക്കാണ് ആ പ്രോജക്റ്റ് IIIC ചെയ്യാൻ ഏറ്റത്. ഉം. എന്നിട്ട് അവർ സബ് ചെയ്യുന്നുണ്ട് പിന്നീട്, അത് പിന്നീടുള്ള കാര്യമാണ്, അത് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെ 4.5 കോടി രൂപയ്ക്ക് അത് ചെയ്യുന്നു. അപ്പൊ അത് പിന്നെ സ്പോൺസർമാരിൽ നിന്ന് വാങ്ങിച്ച് ചെയ്യാനാണല്ലോ, പരസ്യമായി തന്നെ പറഞ്ഞ കാര്യമാണല്ലോ അത്. ഉം. അപ്പൊ അങ്ങനെ ഈ 4.5 കോടി രൂപ എങ്ങനെ? അപ്പോ പിന്നെ ഇവർക്കൊരു കണ്ടിജന്റ് ഫണ്ട് ഉണ്ട് ദേവസ്വം ബോർഡിന്. ഈ പിന്നെ നമ്മുടെ റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഹെഡിലാണ് ആ ഫണ്ട് ഉള്ളത്. ഉം. റിലീജിയസ് കൺവെൻഷൻസ് ആൻഡ് ഡിസ്കോഴ്സസ്. അപ്പൊ അതിൽ നിന്ന്, ആ കണ്ടിജന്റ് ഫണ്ടിൽ നിന്ന് ഇവർക്ക് പൈസ എടുക്കാം, കൃത്യമായിട്ട് തിരിച്ചടക്കുകയും വേണം. അതാണ് ആ ഹെഡിന്റെ പ്രത്യേകത അതാണ്. അങ്ങനെ അതിൽ നിന്നാണ് എടുക്കുന്നത്. എടുത്തിട്ട് അവിടുത്തെ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നു. ചെലവഴിച്ച് കഴിയുമ്പോൾ പിന്നെ അല്ല, ഒരു നയാ കിട്ടിയിട്ട് പൈസ ചെലവഴിക്കില്ല എന്നല്ലേ പറഞ്ഞത്? നിങ്ങളല്ലേ ഹൈക്കോടതി അറിയിച്ചത്, ഹൈക്കോടതി സത്യവാങ്മൂലം കൊടുത്തത്? സർക്കാരിൻ്റെ നയാ പൈസയില്ല, ദേവസ്വം ബോർഡിൻ്റെ നയാ പൈസയില്ല, സ്പോൺസർമാർ തരുന്ന പൈസ വെച്ചാണ് സംഗമം സംഘടിപ്പിക്കുന്നതെന്ന സത്യവാങ്മൂലം കൊടുത്തു. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ദേവസ്വം മന്ത്രി പറഞ്ഞതും അതാണ്. അതൊക്കെ കാറ്റിൽ പറത്തിയില്ലേ? അല്ല താങ്കൾ, ഞാനിത് പറയുന്നത് കേൾക്കാൻ ക്ഷമ കാണിച്ചാൽ മതി, അത്രേ വേണ്ടൂ. അത് കഴിഞ്ഞിട്ട് ചോദ്യം വരാമല്ലോ, അതല്ലേ നല്ലതല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പൂർത്തിയാക്കുന്നത്. അപ്പോ എന്നിട്ട് അപ്പൊ സ്പോൺസർമാര് സ്വാഭാവികമായും തുക തരണമല്ലോ. ആരാണ് സ്പോൺസർ ചെയ്തത്? സ്പോൺസർ ചെയ്തത് 2 കോടി രൂപയുടെ സ്പോൺസർ ചെയ്തത് പിന്നെ ധനലക്ഷ്മി ബാങ്കാണ്. 1 കോടി രൂപ സ്പോൺസർ ചെയ്തത് കേരള ബാങ്കാണ്. വേറെ 1 കോടി രൂപ സ്പോൺസർ ചെയ്യുന്നത് അദാനി ഗ്രൂപ്പാണ്. അങ്ങനെ ഇവരുടെ നിന്ന് കിട്ടിയപ്പോൾ തന്നെ, ഈ ധനലക്ഷ്മി ബാങ്കിന്റെ നിന്നും പിന്നെ കേരള ബാങ്കിന്റെ നിന്നും 2-3 കോടി രൂപ കിട്ടിയപ്പോൾ തന്നെ ഈ ഫണ്ടിൽ നിന്ന് എടുത്ത, കണ്ടിജന്റ് ഫണ്ടിൽ നിന്ന് എടുത്ത പണം തിരിച്ചടയ്ക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത പണം അവരപ്പം തന്നെ തിരിച്ചടച്ചു. പിന്നെ ഉള്ളത് അദാനിയുടെ ഫണ്ടാണ്, 1 കോടി രൂപ കൂടെ വരാനുള്ളത്. ആ പണം പാസ്സാക്കിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് അദാനി ഗ്രൂപ്പ് അറിയിച്ചിട്ടുള്ളത്. അപ്പോ പിന്നെ ചെലവ് വന്നത് എത്രയാണ്? 4.5 കോടി രൂപയാണ് ചെലവ് വന്നത്. അപ്പൊ ബാക്കി കിടക്കുകയാണല്ലോ. 3 കോടി രൂപയാണ് കൊടുത്തത്. ബാക്കി 1 കോടി രൂപ അദാനി കിട്ടാനുണ്ട്. ബാക്കി 1/2 കോടി രൂപ കണ്ടെത്താനുമുണ്ട്. അതെങ്ങനെ കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അടുത്ത ബോർഡ് യോഗം 17-ാം തീയതി ആണെന്ന് തോന്നുന്നു. എക്സാക്ട് ഡേറ്റ് എന്റെ ധാരണ എങ്ങനെയാണ്, ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങോട്ടും ഒരു ദിവസം മാറി പോകുന്നിരിക്കാം. എന്റെ മനസ്സിലുള്ളത് 17-നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ആ തീയതിക്കാണ് ദേവസ്വം ബോർഡിന്റെ യോഗം ചേരുക. അന്ന് വരെ ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിട്ട് എന്താണ് ബാക്കി 1/2 കോടി രൂപയ്ക്കുള്ള ഫണ്ടിങ് എങ്ങനെയാണ് എന്നുള്ളത് അതൊന്ന് തീരുമാനിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി നിൽക്കുന്നത്. അല്ല ശ്രീ ജയേന്ദ്രൻ, നോക്കൂ, ഇപ്പോൾ ഇതാ ഈ ഹൈക്കോടതിയുടെ ഇടക്കാല റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് വരവ് ചെലവ് കണക്കുകളിൽ വൻ പൊരുത്തക്കേട് ഉണ്ട് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകിയത് ടെൻഡർ നടപടികൾ പാലിക്കാതെ, ബില്ലും സാധനങ്ങളും തമ്മിൽ പൊരുത്തക്കേട്, പരിപാടിക്കെത്തിയവർക്ക് പ്രസാദം നൽകിയതിന് കണക്കില്ല, 150 കിടക്കകൾ വാങ്ങിയതിൽ 50 എണ്ണം കാണാനില്ല, ദേവസ്വം ബോർഡിൽ നിന്നും എടുത്ത 2 കോടി തിരിച്ചടച്ചില്ല. ക്രമക്കേടുകൾ പ്രഥമദൃഷ്ട്യാ ഗുരുതരമായ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. പിന്നെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. താങ്കൾ അതൊന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ കോടതി ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണെന്ന് കോടതി പോലും നിരീക്ഷിച്ചിരിക്കുന്നു. നിങ്ങളിനി എത്ര ന്യായീകരിച്ചാലും അത് കോടതിക്ക് ബോധ്യപ്പെടണ്ടേ? ഇത് ന്യായീകരണത്തിന്റെ പ്രശ്നമൊന്നും ഇല്ല ശ്രീ അനിൽ നമ്പ്യാർ. ഇവിടെ എന്ത് ന്യായീകരിക്കാൻ? ഞാനിവിടെ വന്നിരുന്ന ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളോട് ഏതെങ്കിലും ചർച്ചയിൽ നുണ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ന്യായീകരിക്കാനും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ലല്ലോ. അതൊന്നും എന്റെ പണിയല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളുമല്ല. എനിക്ക്
വ്യക്തതയോടെ ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയൂ ഏതൊരു ചർച്ചയിലും. ജനം ചാനലിലെ ചർച്ചയിലും ടിവിയുടെ ചർച്ചയിലും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എനിക്ക് വ്യക്തതയോടെ ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ രണ്ട് സ്പോൺസർമാരുടെ പണം കിട്ടി, 2 കോടി രൂപ ധനലക്ഷ്മി ബാങ്കിന്റെയും 1 കോടി രൂപ കേരള ബാങ്കിന്റെയും കിട്ടി. അപ്പോൾ തന്നെ ആ കണ്ടിജന്റ് ഫണ്ടിൽ നിന്ന് എടുത്ത 3 കോടി രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. അതെനിക്ക് ഞാൻ ഉറപ്പ് വരുത്തിയ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വെറുതെ പറയുന്നൊന്നുമല്ല. അല്ല, 2 പിന്നെ കോടി രൂപ ഇനിയിപ്പോ 2 കോടി രൂപ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് ഇനിയും വന്നിട്ടില്ലെന്നല്ലേ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്, വ്യക്തതയോടെ ബോധ്യപ്പെട്ട കാര്യമാണ്. ഞാൻ എന്താണെന്നുള്ളത് ഞാൻ നാളെ പറയാം. കോടതിയുടെ മറ്റൊരു കാര്യം, പരാമർശമാണ് ഞാൻ പറയുന്നത്. അതെ, എനിക്കത് നാളെ പറയാൻ പറ്റൂ. ഇന്നിപ്പോ ഈ രാത്രിയിൽ ഈ ചർച്ചയിൽ എന്റെ ആ പേപ്പർ കിട്ടിയിട്ടുമില്ല. താങ്കൾ ഇങ്ങനെ ചോദിച്ചാൽ എനിക്കത് സംബന്ധിച്ച് പിന്നെ ഈ ആശയക്കുഴപ്പമില്ല, അറിയാൻ വയ്യ എന്താണ് മറുപടി പറയുന്നത്. എനിക്ക് അറിയാവുന്ന മറുപടി ഇതാണ്, അത് ഞാൻ പറയുകയും ചെയ്യുന്നു. ബാക്കി നാളെ താങ്കൾ ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിന് നാളെ കൃത്യമായ മറുപടി പറയും, ഒരു സംശയമില്ലാതെ പറയാം.